السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, പരിശുദ്ധ റമദാൻ മാസം മനുഷ്യന് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്നും അതിനെ കരിച്ചു കളയാനും കഴുകിക്കളയാനുമുള്ള മാസമാണ് എന്നുള്ളത് അറിയപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. റമദാൻ എന്ന വാക്ക് തന്നെ കരിച്ചു കളയുന്നത് എന്ന അർത്ഥം അതിന് ഭാഷാപരമായി ഉണ്ട്. അതുപോലെ റമദാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലീശകളിലെല്ലാം തന്നെ പകലുള്ള നോമ്പിനാകട്ടെ രാത്രിയുള്ള നിസ്കാരത്തിനാകട്ടെ അല്ലാഹു തആല എടുത്തു പറഞ്ഞ കാര്യം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. കഴിഞ്ഞുപോയിട്ട് അവന് സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളിൽ നിന്നും അള്ളാഹു അവന് പാപമോചനം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരടിമ എപ്പോഴും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. മനുഷ്യൻ എന്ന ജീവി തിന്മകൾ എപ്പോഴും സംഭവിച്ചു പോകുന്ന ഒരുവനാണ്. അതുകൊണ്ട് തന്നെ ആ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. കാരണം തിന്മ എന്നുള്ളത് ഇരു ലോകത്തും അവന് എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകിച്ചും ചെയ്തുപോയ തിന്മകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാനും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൽക്കർമ്മങ്ങൾ ധാരാളം വാരിക്കൂട്ടാനുമുള്ള പരിശ്രമങ്ങൾ അവൻ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനിയായ ഒരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രന്ഥരചനകൾ നടത്തിയത് കാണാൻ സാധിക്കും. പരിശുദ്ധ റമദാൻ പോലുള്ള ഇത്തരം സാഹചര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ അറിയുന്നത് ഒരു വേള നമുക്ക് ഏറെ ഉപകരിക്കുന്ന കാര്യമാണ്. കാരണം സംഭവിച്ചു പോകുന്ന തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരാൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാസമാണ് റമദാൻ. നന്നാവാനും ശരിയാകാനും തൗബ ചെയ്യാനും ഒക്കെ ഒരാളേറെ സഹായിക്കുന്ന ഒരു മാസമാണ് റമദാൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്, ഒരാൾക്ക് റമദാൻ വന്നിട്ട് നന്നാവാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് നന്നാവാൻ? കാരണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ എളുപ്പമാക്കി നൽകുന്നുണ്ട്. നന്മകൾ ചെയ്യാനുള്ള പ്രേരണയായിട്ടും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രത്യേകമായ എളുപ്പങ്ങളായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ അന്തരീക്ഷത്തെ പാകപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ നന്നാവാനുള്ള മാർഗം തേടുന്നില്ല എങ്കിൽ പിന്നീട് എപ്പോഴാണ് അവന് നന്നാവാൻ സാധിക്കുക എന്ന് അവർ പറഞ്ഞത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇദത്തു സാബിരീൻ വ ദഖീറത്തു ശാകിരീൻ എന്ന ഗ്രന്ഥത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കി മഹാനായ പണ്ഡിതൻ അബ്ദുർ റസാഖ് ബിൻ അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏതാനും ചില പോയിന്റുകളാണ്, ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താ, മനുഷ്യർ മുഴുവനും തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. അല്ല, ധാരാളക്കണക്കിന് തെറ്റുകൾ സംഭവിക്കുന്നവനാണ് എന്നാണ് ഖത്താ എന്ന വാക്കിനർത്ഥം. എന്നാൽ അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ളത് വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആ തെറ്റുകൾ സംഭവിക്കുന്നവരിൽ അതിൽ ഉറച്ചു നിൽക്കുക, അതിന് ന്യായം പറയുക, അതിൽ മാറി നിൽക്കാതിരിക്കുക എന്നുള്ളവർക്കല്ല ഖൈറുള്ളവർ, അവർ ഷർറുള്ള ആളുകളാണ്. മറിച്ച് ഖൈറുള്ളവർ അത്തവ്വാബൂൻ, ചെയ്ത തെറ്റിൽ ഖേദമുണ്ടാവുകയും ആത്മാർത്ഥമായി ഒരിക്കലും ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറഞ്ഞ് അല്ലാഹു തആലയോട് തൗബ ചെയ്യുകയും ചെയ്തവരാണ് ഏറ്റവും ഖൈറുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മഹാൻ അബൂ ദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ഇന്ന ലികുല്ലി ദാഇൻ ദവാ, തീർച്ചയായും എല്ലാ രോഗത്തിനും രോഗശമനമുണ്ട്. വ ഇന്ന ദവാഉൽ ദുനൂബി അൽ ഇസ്തിഗ്ഫാർ, തിന്മകളുടെ രോഗശമനം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അതിന്റെ മരുന്ന് എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ ചെയ്യലാണ് എന്ന് പറഞ്ഞത് കാണാം. മഹാനായ താബിഈയായ മുഫസ്സിർ ഖതാദ റഹിമഹുല്ലാഹ്
അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ഖുർആന യദുല്ലുകും അലാ ദാഇകും വദവാഇകും. തീർച്ചയായും ഈ ഖുർആൻ നിങ്ങളുടെ രോഗത്തെക്കുറിച്ചും രോഗശമനത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഫഅമ്മാ ദവാഉകും ഫദ്ദുനൂബ്, അറിയുക, രോഗമെന്ന് പറയുന്നത് അത് പാപങ്ങളാണ്. വഅമ്മാ ദാഉകും ഫലിസ്തിഗ്ഫാർ, അതിനുള്ള രോഗശമനം എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ തേടലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്, വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ അല്ലാഹു തആലയോട് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്നും അല്ലാഹു തആലയോട് ഇസ്തിഗ്ഫാർ തേടുക. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന ഗഫൂറാണ്, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. നിങ്ങളുടെ സംഭവിച്ച പാപങ്ങൾ അത് വലുതാണ് എന്ന് കരുതി ഒരിക്കലും ഇനി അല്ലാഹു തആല പുറത്തു തരികയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. ഒരുവേള അത്തരം ചിന്തകൾ ഒരാളുടെ കൽബിലേക്ക് ഇട്ടു തരുന്നത് അത് പിശാചാണ്. കാരണം പിശാചിന് അവന്റെ കൂട്ടാളികളെ കിട്ടേണ്ടതുണ്ട്. തിന്മകൾ സംഭവിച്ച ആളുകൾ അള്ളാഹുവിലുള്ള കാരുണ്യത്തിൽ നിരാശ അടഞ്ഞുകൊണ്ട് ഇനി എനിക്ക് നന്മയുടെ വാതിലുകളില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തിന്മയിൽ തന്നെ തുടരുക എന്നുള്ളത് പിശാചിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവന്റെ പ്രേരണയിൽപ്പെട്ട, അവന്റെ വസ്വാസിൽപ്പെട്ട കാര്യമാണ് തിന്മകൾ സംഭവിച്ച ആളുകൾക്ക് എപ്പോഴും അവൻ ഇട്ടുകൊടുക്കുന്ന വസ്വാസായിരിക്കും, നിനക്കിനി രക്ഷയില്ല, നീ നശിച്ചത് തന്നെ. അതല്ലെങ്കിൽ ഇത്രയെല്ലാം തിന്മകൾ നീ ചെയ്യുന്നുണ്ട് എങ്കിൽ നീ പിന്നീട് നന്നായി കാണിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ആ മോശം വഴി തന്നെ തിരഞ്ഞെടുത്തേക്കുക എന്ന് പിശാച് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തിന്മകളിൽ മുഴുകിയ ആളുകളോട് പോലും അള്ളാഹു തആല പറയുന്നത് നിങ്ങൾ അള്ളാഹു തആലയിലേക്ക് തൗബ ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മുത്തഖീങ്ങൾക്ക് പോലും തിന്മകൾ സംഭവിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തിന്മകൾ സംഭവിക്കാത്തവരല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പറയാണ്, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, അവർക്ക് വല്ല മ്ലേച്ഛമായ ഫാഹിഷത്തും സംഭവിച്ചാൽ, ഔ ളലമു അൻഫുസഹും, അതല്ലെങ്കിൽ സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്ന പാപങ്ങളാണ് സ്വന്തത്തോട് അതിക്രമമായി പ്രവർത്തിക്കുന്നത്, അങ്ങനെ സംഭവിച്ചാൽ ദക്കറുല്ലാഹ്, മുത്തഖീങ്ങളുടെ പ്രത്യേകതയാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും. വസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ഇസ്തിഗ്ഫാർ തേടും. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ പാപങ്ങളിൽ നിന്നും ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ ആരാണുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. നോക്കൂ സഹോദരങ്ങളെ, അവിടെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്, ഇത് അള്ളാഹുവിനെ ധിക്കരിച്ച ഒരുവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്ന കാരുണ്യമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ കാരുണ്യം എത്രമാത്രം വിശാലമായിരിക്കും. തിന്മകൾ സംഭവിച്ച ഒരുവനോട് റബ്ബ് സുബ്ഹാനഹു വ തആല കാണിക്കുന്ന കാരുണ്യം ഇങ്ങനെയാണ് എങ്കിൽ, നീ നിനക്ക് തിന്മകൾ സംഭവിക്കുന്ന വേളയിൽ പോലും അള്ളാഹു തആല നിന്റെ റിസ്ക് തടഞ്ഞിട്ടില്ല എങ്കിൽ, നീ അള്ളാഹുവിനെ അനുസരിക്കുന്ന വേളയിൽ എന്തുമാത്രമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരിഗണിക്കുക? ചിന്തിക്കേണ്ട കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യഅമൽ സൂഅൻ ഔ യഗ്ലിം, ആരെങ്കിലും മോശം പ്രവൃത്തി ചെയ്തു, അക്രമം ചെയ്തു, സുമ്മ യസ്തഗ്ഫിരില്ല, എന്നിട്ട് അള്ളാഹു തആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ് എങ്കിൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കണ്ടെത്താൻ സാധിക്കുന്നത് ഗഫൂറുർ റഹീമുമായിട്ട് തന്നെയാണ്. അങ്ങേയറ്റം പൊറുക്കുന്നവനായിട്ടും കാരുണ്യവാനായിട്ടും തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് എന്താ? അതിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് കേവലം വാചികമായ ഒരു പദം പറയലല്ല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത് ഹൃദയത്തിൽ ഉറപ്പിച്ച കാര്യങ്ങൾ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അതല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊന്നും ഇല്ലാതായി തീരുന്നില്ല. മറിച്ച് അതിലേക്ക് ഞാൻ ഒരിക്കലും മടങ്ങുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടി പറയേണ്ട ഒരു വാക്കാണത്. അതാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞത്, അൽ മുസ്തഗ്ഫിറു മിൻ ദംബിൻ വഹുവ മുഖീമുൻ അലൈഹി കൽ മുസ്തഹ്സിഉ ബിറബ്ബിഹി, ഒരാൾ ഒരു തിന്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നിട്ട് അയാൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് കൽ മുസ്തഹ്സി ബിറബ്ബിഹി, തന്റെ റബ്ബിനെ പരിഹസിക്കുന്ന ഒരുവനെ പോലെയാണത്. അതായത് ചെയ്ത തെറ്റിൽ നിന്നും തൗബ ചെയ്യാൻ യാതൊരു മനസ്സും അവനില്ല, അല്ലെങ്കിൽ അവൻ ഇനിയും ചെയ്യുമെന്ന്, അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യുമെന്ന് അവന്റെ മനസ്സിൽ അവൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുവനാണ് എങ്കിൽ അവന്റെ ഇസ്തിഗ്ഫാർ കേവലം അള്ളാഹുവിനെ പരിഹസിക്കുന്നത് പോലെയാണ്, നഊദു ബില്ലാഹ് എന്നാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാം, ഇസ്തിഗ്ഫാറു ബിലാ ഇഖ്ലാഇൻ തൗബത്തുൽ കദ്ദാബീൻ, ചെയ്ത തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കാതെ ഒരാൾ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന് പറയുന്നത്
കള്ളന്മാരുടെ തൗബയാണ്, തൗബത്തുൽ കദ്ദാബീൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇന്നല്ലാഹ അലീമുൻ ബിദാത്തിസ് സുദൂർ, നിന്റെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ മാറിയിട്ടുണ്ട്, ഞാൻ തിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. യാതൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം അത് നമ്മുടെ കൽബിലേക്കാണ്. അല്ലാഹു അവിടെ എന്താണുള്ളത്, അവിടെയുള്ള മാറ്റങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. നിന്റെ തൗബ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന മാറ്റം അത് നിന്റെ കൽബിലാണ് ഖേദം ഉണ്ടാകുന്നത്. അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറയുന്നത് ഖേദം എന്നാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു തിന്മയിൽ നിന്നും തൗബ ചെയ്തിട്ട് ഹൃദയത്തിനൊരു പേടിയുമില്ല, ഹൃദയത്തിനൊരു ഖേദവും തോന്നുന്നില്ല, അവന്റെ ഹൃദയം ഒന്ന് കരഞ്ഞിട്ടില്ല, കൽബിനൊരു പ്രയാസം ഉണ്ടായിട്ടില്ല എങ്കിൽ അവൻ തൗബ, അവന്റെ ഇസ്തിഗ്ഫാർ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ചില ആളുകളുടെ ഇസ്തിഗ്ഫാറിന് വേറൊരു ഇസ്തിഗ്ഫാർ വേണ്ടി വരും, അവരുടെ തൗബക്ക് വേറൊരു തൗബ വേണ്ടി വരും. കാരണം ആ തൗബ തന്നെ ഒരു പാപം പോലെയാണ് സംഭവിക്കുന്നത്. അത് അവർക്ക് മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയോ തിരുത്തണമെന്ന ചിന്തയോടുകൂടിയോ ഉള്ളതല്ല. മറിച്ച് ചിലപ്പോൾ എവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ തന്നെ അവർ വഞ്ചിക്കുന്ന ചില വാചകങ്ങൾ മാത്രമായി തൗബയായി തീരുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനബി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിതാബുകളിലേക്ക് തന്നെ തിരിച്ചു പോകാം. അദ്ദേഹം പറയുന്നത്, രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം ഇജ്ലാലുല്ലാഹി വ ഇഅ്ലാമുഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ മഹത്വം കൊടുക്കുക, അവൻ ആദരം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഖദർ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവന് സാധിക്കുകയില്ല. അതാണ് മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം പറയുന്നുണ്ട്, വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമah, ഭൂമി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പിടുത്തത്തിൽ മാത്രമേ ഉള്ളൂ. വസ്സമാവാതു മത്വിയാതും ബിയമീനി, 7 ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലം കൈകൊണ്ട് ചുരുട്ടി പിടിക്കുന്നതാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ ഈ ശിർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിന്നും അല്ലാഹു എത്ര പരിശുദ്ധനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹു തആലയുടെ ആ അളമത്ത് മനസ്സിലാക്കിയാൽ, അല്ലാഹു തആല കൊടുക്കേണ്ട ബഹുമാനം ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ ധിക്കരിക്കാൻ തോന്നുകയില്ല, അവനോട് പേടിയുണ്ടാകും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ നിന്നെ എന്തും ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള റബ്ബിന് നീ കൊടുക്കേണ്ട വില നീ നൽകാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ, എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടതായ ഒരു ഗാംഭീര്യം നിങ്ങൾ കൊടുക്കുന്നില്ലേ? വഖദ് ഖലഖകും അത്വാറ, പടിപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, നിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഓരോ സ്റ്റേജ്, ഓരോ ഘട്ടം ഘട്ടമായി അല്ലാഹു തആല നിന്നെ സൃഷ്ടിച്ചവനാണ്. ഇങ്ങനെയെല്ലാം നിന്നെ പരിപാലിച്ച് സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടതായ അളമത്ത്, ആ മഹത്വം എന്തുകൊണ്ട് നീ കൊടുക്കുന്നില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. പാപങ്ങൾ ചെയ്യുന്ന ആളുകളോടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്. അല്ലാഹുവിന് ഒരാൾക്ക് ശരിക്കും പേടി ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ആദരവ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അവന് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് തന്നെ മതിയായതാണ്. ബിശ്ർ ബിൻ ഹാരിസ് അൽ ഹാഫി അദ്ദേഹം പറയുന്നുണ്ട്, ലൗ തഫക്കറ അന്നാസു ഫീ അളമത്തില്ലാഹി തആല ലമാ അസൂ, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളമത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. മഹാനായ സ്വഹാബി ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു കാര്യം, ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഖുർആനിലെ ആയത്തുകളാണ്. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അറബികളാണ്. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും സാഹിത്യത്തിൽ നല്ല കഴിവുണ്ടായ ആ അറബികൾക്ക്, ആ മക്കയിലെ മുശ്രിക്കുകൾക്ക് ആയത്തുകൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കും. അദ്ദേഹം ചില ആയത്തുകൾ കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളമത്തിനെ കുറിച്ച്, അവന്റെ ആദരവിനെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കാൻ സാധിച്ചു. മഹാനായ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി വത്തൂർ എന്നുള്ള സൂറത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരത്തിൽ ഓതിയത് ഞാൻ കേട്ടു. ഫലമ്മ ബലഗ ഹാദിഹിൽ ആയ, ഈ ആയത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ആ കുഫറിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അല്ലാഹു തആലയുടെ വാക്കുകൾ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവർ ഒന്നിൽ നിന്നുമല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കാതെ അവർ സ്വന്തമായി അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത്? അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഒന്നിൽ നിന്നും അവർ പടക്കപ്പെട്ടതല്ല. അം ഹുമുൽ ഖാലിഖൂൻ, അവരാണ് സൃഷ്ടാക്കൾ. അങ്ങനെയാണ് അവരുടെ കാര്യം.
അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെയൊക്കെ ഈ പറയുന്ന ആളുകളാണോ സൃഷ്ടിച്ചത്? ബൽ ലാ യുഖിനൂൻ, അവർക്ക് ആ പറയുന്ന കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല. അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവെല്ലാം അവരുടെ കയ്യിലാണോ, അവരാണോ അതിനെല്ലാം നിയന്ത്രിക്കുന്നത്? ഇത് കേട്ടപ്പോൾ എങ്ങനെയാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നത് എന്നതിനെ കുറിച്ച് പേടിയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കാദ ഖൽബി അൻ യതീർ, എന്റെ കൽബ് പാറിപ്പോകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് എനിക്ക് ഇസ്ലാം ഞാൻ ആശ്ലേഷിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേതാണ് ഈ ആകാശ ഭൂമികളെല്ലാം എന്ന് ചിന്തിച്ചപ്പോൾ, അള്ളാഹു ആണ് ഇതിനെല്ലാം പടച്ച് സംവിധാനിച്ചത് എന്ന് ചിന്തിച്ചപ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി അനുസരിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യം ബോധ്യപ്പെടുകയും അദ്ദേഹം അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ പൂർണ്ണമായി ഇഷ്ടപ്പെടുക എന്നുള്ളത്, അള്ളാഹുവിനെ ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആദരിച്ചു കഴിഞ്ഞാൽ അവന്റെ ദൃഷ്ടി എപ്പോഴും അവനിലുണ്ട് എന്ന ബോധ്യം അവനുണ്ടാകും. അള്ളാഹു കാണാതെ അവനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അള്ളാഹു അറിയാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം അവനെപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് മഷ്ഹദു മഹബ്ബതിഹി സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. നീ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും സ്നേഹിക്കുന്നവൻ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരനുസരിക്കുന്നതായിരിക്കും. ഒരു കവി പറഞ്ഞതുപോലെ, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, തീർച്ചയായും ഒരു മുഹിബ്, സ്നേഹിക്കുന്ന ഒരുവൻ അവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. എന്നിട്ട് അദ്ദേഹം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അഫ്ളലു തർക്കി തർക്കുൽ മുഹിബ്ബി, ഒരാൾ ഒരു കാര്യത്തിൽ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് സ്നേഹം കൊണ്ട് ഒരാൾ ഉപേക്ഷിക്കുക. അപ്പൊ അള്ളാഹു തആലയെ പേടിച്ചുകൊണ്ടും നിനക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാം, അള്ളാഹു തആലയെ ഇഷ്ടപ്പെട്ടുകൊണ്ടും നിനക്ക് വിട്ടു നിൽക്കാം. അതിൽ ഏറ്റവും മുന്തിയത് നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു നമ്മോട് ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. നിസ്കരിക്കാനും നോമ്പെടുക്കാനും സക്കാത്ത് കൊടുക്കാനൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് ഒരാൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതാണ് അള്ളാഹുവിനെ പേടിച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും അഫ്ളലായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഫബൈന തർക്കിൽ മുഹിബ്ബി വതഅതിഹി വതർക്കി മൻ യഖാഫുൽ അദാബ വതഅതിഹി ബൗനുൻ ബഈദ്, ഒരാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹു വിലക്കിയ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് താഅത്തും അതുപോലെ മാസ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതും തമ്മിൽ ബൗനുൻ ബഈദ്, വിദൂരമായൊരു വ്യത്യാസം അതിലുണ്ട് എന്നാണ്. കാരണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ധിക്കരിക്കാൻ സാധിക്കുക? അതല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം നമ്മൾ വെറുതെ വാദിക്കലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന്റെ ആയത്തെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ആയത്ത് അവതരിപ്പിച്ചത്. ഖുൽ നബിയേ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, അവരോട് പറയുക, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. റസൂലുള്ള പറയുന്നത് പിൻപറ്റണം. കാരണം റസൂലുള്ള അള്ളാഹു തആല പറയുന്ന കൽപ്പനകൾ മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ മാത്രമേ റസൂലും വിലക്കുന്നുള്ളൂ. അങ്ങനെ എന്നെ പിൻപറ്റണം എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അപ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു തആലയെ ഒരാൾ നന്നായി സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരാൾക്ക് ധിക്കരിക്കാൻ സാധിക്കുക? ഒരാൾ പറയാൻ, ഞാൻ വാപ്പയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നു, പക്ഷെ വാപ്പ പറഞ്ഞൊരു കാര്യം അനുസരിക്കുകയില്ല. വാപ്പ ഒരു കാര്യം പറഞ്ഞാൽ, വാപ്പാനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്യില്ല. വാപ്പ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് ചെയ്യുകയില്ല. പക്ഷെ ആരെയും ചോദിക്കുമ്പോൾ പറഞ്ഞാൽ വാപ്പാനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. വാപ്പാക്ക് ഒരു നന്മയും ചെയ്യില്ല, ഇനി സാധിക്കുകയാണെങ്കിൽ വാപ്പാക്ക് ദ്രോഹവും ചെയ്യും. വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുല്യം പറയാനായിട്ട് ആരുമില്ല. അള്ളാഹുവിനെ ഒരാൾക്ക് ദ്രോഹിക്കാൻ സാധിക്കുകയില്ല. നിന്റെ നന്മകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നും ലഭിക്കാനുമില്ല. പക്ഷേ സ്നേഹം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ തുലനം ചെയ്തത്. നീ അള്ളാഹുവിനെയും ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് കൽപ്പിച്ചൊരു കാര്യങ്ങൾ നീ ചെയ്യുന്നില്ല, അള്ളാഹു നിന്നോട് വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നീ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ നിന്റെ സ്നേഹം അത് കേവലം പാഴുവാക്കാം. നീ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള കാര്യമല്ല. അതാണ് കവി പറഞ്ഞത്, തഅസിൽ ഇലാഹ വ അൻത തുദ്ഹിറു ഹുബ്ബഹു, നീ നിന്റെ ഇലാഹിനെ ധിക്കരിക്കുന്നു, നീ ആകട്ടെ സ്നേഹിക്കുന്നു എന്ന് ബാഹ്യമായി പ്രകടിപ്പിക്കുന്നയാളാണ്. ഹാദാ മുഹാലുൻ ഫിൽ ഖിയാസി ബദീഉ, ഇതൊരിക്കലും തന്നെ നമുക്ക് ഖിയാസ് ചെയ്യാൻ സാധിക്കാത്തതായ അസംഭവ്യമായ കാര്യമാണ്. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ സ്നേഹമെങ്ങാനും സാദിഖാണെങ്കിൽ, സത്യസന്ധതയുള്ളതാണെങ്കിൽ ലഅതഅതഹു, നീ അല്ലാഹുവിനെ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, കാരണം തീർച്ചയായും സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ ഇഷ്ടപ്പെടുന്നതാണ്, അവരെ അനുസരിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കാൻ ഒരാൾ തുടങ്ങിയാൽ അള്ളാഹുവിന് ഒരിക്കലും അവന് ധിക്കരിക്കാൻ സാധിക്കുകയില്ല.
കാരണം സ്നേഹിക്കുന്ന ഒരാളെ ധിക്കരിക്കുക എന്ന് പറയുന്നത് അത് ബുദ്ധിക്ക് പോലും യോജിക്കാത്തതായ കാര്യമാണ്. അതല്ലെങ്കിൽ അതിന് യഥാർത്ഥ സ്നേഹം എന്ന് പറയാൻ സാധിക്കുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്തിന് അള്ളാഹുവിനെ സ്നേഹിക്കണം എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് മൂന്നാമത്തെ കാര്യം, അത് മഷ്ഹദു നിഅമത്തി വൽ ഇഹ്സാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച്, അള്ളാഹു തആല എനിക്ക് നൽകിയിട്ടുള്ള അവന്റെ നന്മകളെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, ഫഇന്നൽ കരീമ ലാ യുആമിലു ബിൽ ഇസാഅ മൻ അഹ്സന ഇലൈഹി. ഒരു കരീമായ മാന്യനായ ഒരുത്തൻ ഒരിക്കലും ഇങ്ങോട്ട് നന്മ ചെയ്ത ആളോട് തിരിച്ച് മോശമായി പെരുമാറുകയില്ല എന്നുള്ളതാണ്. വഇന്നമാ യഫ്അലു ഹാദാ ലിആമുൻ നാസ്. ജനങ്ങളിൽ വളരെ മോശപ്പെട്ട ആളുകളുടെ പ്രവൃത്തിയായിരിക്കും അത്. തിന്മകൾ എന്തുകൊണ്ട് ഒഴിവാക്കണം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം അള്ളാഹു തആലയാണ് നമുക്ക് ഈ കാണുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും നൽകിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ ആരോഗ്യം നൽകിയിട്ടുള്ളത്, ആഫിയത്ത് നൽകിയിട്ടുള്ളത്, കുടിക്കാൻ വെള്ളവും അതുപോലെ കഴിക്കാൻ ഭക്ഷണവും പാർപ്പിടവും അങ്ങനെ തുടങ്ങി നമ്മുടെ നിഅമത്തുകൾ എന്തെല്ലാം ഉണ്ടോ നമ്മൾ ചിന്തിച്ചാൽ എല്ലാം നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ അള്ളാഹു തആല ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം നൽകി അതെല്ലാം നമ്മൾ ആസ്വദിക്കുകയും ചെയ്ത് എന്നിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട കാര്യമാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഫൽയംനഉഹു മഷ്ഹദു ഇഹ്സാനില്ലാഹി വ നിഅമതിഹി അൻ മഅസിയതി ഹയാഅൻ മിൻ. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ലജ്ജ കൊണ്ടെങ്കിലും അവൻ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കും. കാരണം ലജ്ജിക്കും. ഇത്രയൊക്കെ നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുക എന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ്. അയ്യകൂന ഖൈറുല്ലാഹി വ ഇൻആമുഹു നാസിലൻ ഇലൈഹി. അള്ളാഹുവിന്റെ ഖൈറുകൾ ആകാശത്തുനിന്ന് അവന്റെ വീട്ടിലേക്കും അവന്റെ ശരീരത്തിലേക്കും ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വമുഖാലഫാതുഹു വമഅസിഹു വഖബാഇഹു സാഇദതൻ ഇലാ റബ്ബിഹി. എന്നാൽ അവൻ ചെയ്യുന്ന തിന്മകൾ അതിങ്ങനെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കയറി പോവുകയാണ്. ഫമലകുൻ യൻസിലു ബിഹാദാ വമലകുൻ യഅറുജു ബിഹാദാ ഫഅഖ്ബിഹ് ബിഹാ മിനൽ മുഖാബല. ഒരു മലക്ക് നന്മകളുമായി ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന നിനക്ക് വേണ്ടിയിട്ട്, എന്നാൽ നിന്നിൽ നിന്നും രേഖകളായി മലക്കുകൾ ഇങ്ങനെ ആകാശലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെല്ലാം നന്ദികേടിന്റെയും ധിക്കാരത്തിന്റെയും തിന്മകളുടെയും കണക്കുകളാണ് മലക്കുകൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. ഫഅഖ്ബിഹ് ബിഹാ മിൻ മുഖാബല. എത്ര മോശപ്പെട്ട ഒരു മുഖാബലത്താണ്, പകരമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരാൾ ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചാൽ അത് നിനക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. അഥവാ എത്ര തന്നെ ദരിദ്രനാണ് എന്ന് പറഞ്ഞവൻ പോലും അള്ളാഹുവിന്റെ എത്രയോ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നൽകിയ ആഫിയത്ത് അവനോട് ബാക്കിയുണ്ടാകും. സാമ്പത്തികമായിട്ട് മാത്രമേ കുറവുണ്ടാവുള്ളൂ. അള്ളാഹു നൽകിയ ആരോഗ്യം അതുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഫ്രീ ആയി ഇങ്ങനെ കാര്യങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ വായുവാകട്ടെ വെള്ളമാകട്ടെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇങ്ങനെയെല്ലാം ചിന്തിച്ചാൽ എങ്ങനെയാണ് അങ്ങനെയുള്ള റബ്ബിനെ ഒരാൾക്ക് ധിക്കരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാൻ അബ്ദുൽ ഗനി അൽ മഖ്ദിസി അദ്ദേഹത്തിന്റെ അത്തവാബീൻ, ഖേദിച്ചു മടങ്ങിയ ആളുകളുടെ കഥകൾ പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ചെറിയൊരു കഥ കൊടുക്കുന്നുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ഒരു മുൻഗാമിയായ ഒരു വ്യക്തിയുടെ ഒരു കഥയാണ്. അതോ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് അറിയപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയാ, അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള ഒരു സാഹിദായ ഒരു മനുഷ്യനാണ്, ഭൗതിക വിരക്തിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ പലപ്പോഴും ആളുകൾ വന്നിട്ട് ഉപദേശങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ അബ ഇസ്ഹാഖ് ഇന്നി മുസ്ലിഫുൻ അലാ നഫ്സി. ഓ അബു ഇസ്ഹാഖ്, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്ത് തിന്മയിൽ മുങ്ങി കുളിച്ചിട്ടാണ് ഞാൻ ഈ വരുന്നത്. ഫഅരിദ് അലയ്യ മാ യകൂനു ലഹാ സാജിറൻ വമുസ്തൻഖിദൻ ലിഖൽബി. ആ തിന്മയിൽ നിങ്ങൾക്ക് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ തിന്മയിൽ നിന്നും എന്നെ അകറ്റുന്നതായ, എന്റെ കൽബിനെ അതിൽ നിന്നും പറിച്ചെടുക്കുന്നതായ, അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതായ കാര്യങ്ങൾ നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശരി. ഇൻ ഖബിൽത ഖംസ ഖിസാലിൻ വഖദർത അലൈഹ ലം തദുറുക മഅസിയ വലം തുബിഖ ലദ്ദ. ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ നീ കൃത്യമായി ചെയ്യുകയാണ് എങ്കിൽ നിന്നെ പിന്നീട് തിന്മകൾ നിന്നെ ബാധിക്കുകയില്ല. തിന്മയുടെ ആസ്വാദനം നിനക്ക് അത് ലഭിക്കുകയില്ല. നീ തിന്മയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഹാത്തി അബ ഇസ്ഹാഖ്. അബു ഇസ്ഹാഖ് എന്നാൽ അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ലൂല, ഒന്നാമത്തെ കാര്യം, ഫഇദ അറദത അൻ തഅസി അല്ലാഹ അസ്സ വജൽ ഫലാ തഅകുൽ റിസ്ഖ. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫലാ തഅകുൽ റിസ്ഖ. നീ ഒരു കാര്യം ചെയ്തോളൂ, തിന്മ ചെയ്തോളൂ, പക്ഷേ അവന്റെ റിസ്ക് നീ തിന്നരുത്. അള്ളാഹു നിനക്ക് നൽകിയ റിസ്ക് നീ തിന്നാതെ നീ വേണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ചോളൂ. ആ വ്യക്തി പറഞ്ഞു, ഫമിൻ ഐന ആകുൽ, പിന്നെ ഞാൻ എവിടുന്ന് കഴിക്കാനാണ്? വകുല്ലു മാ ഫിൽ അർളി മിൻ റിസ്ഖി, ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്കിൽ നിന്ന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആകാശത്ത് നിന്നും മഴ പെയ്യിപ്പിച്ച് അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം വിത്തുകൾക്ക് ജീവൻ നൽകി മുള പൊങ്ങി അതിൽ നിന്നുണ്ടായ ധാന്യങ്ങളും അതിൽ നിന്നുണ്ടായ റിസ്കുകളും അല്ലാതെ ഭൂമിയിൽ മറ്റൊന്നുമില്ല.
പിന്നെ ഞാൻ എവിടുന്ന് റിസ്ക് തിന്നാനാണ്? അള്ളാഹുവിന് റിസ്ക് തിന്നാതെ വേണം അള്ളാഹുവിനെ ധിക്കരിക്കണമെങ്കിൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കും? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, യാ ഹാദ വമൻ ശാ അഫയഹ്സുനു അൻ തഅകുല റിസ്ഖ വതഅസിയ. അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്ക് തിന്നുകയും ചെയ്യുക, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ധിക്കരിക്കുകയും ചെയ്യുക, അതൊരാൾക്ക് യോജിച്ച കാര്യമാണോ? അല്ല അല്ല. ഹാത്തിസാനിയ, എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, വഇദാ അറത അൻ തഅസിയഹു ഫലാ തസ്കുൻ ശൈഅൻ മിൻ ബിലാദിഹി. എന്നാൽ നീ അള്ളാഹുവിനെ ധിക്കരിച്ചോളൂ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാടുകളിൽ ഒരു നാടിലും നീ വസിക്കാൻ പാടില്ല, അതിന് പുറത്തു പോയിട്ട് നീ വേണമെങ്കിൽ അള്ളാഹിനെ ധിക്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹാദി അഅ്ളമു മിനൽ ഊല. ഇത് ഒന്നാമത് പറഞ്ഞതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണല്ലോ. ഇദാ കാനൽ മശ്രിഖു വൽ മഗ്രിബു വമാ ബൈനഹുമാ ല ഫഅയ്ന അസ്കുൻ. കിഴക്കും പടിഞ്ഞാറും അതിനിടയിലുള്ള മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധീനതയിലാണെങ്കിൽ പിന്നെ ഞാൻ എവിടെ താമസിക്കാനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, യഹാദ അഫയഹ്സുനു അൻ തഅകുല റിസ്ഖ വതസ്കുന ബിലാദ വതഅസിയ. ഒരുവന്റെ റിസ്ക് നീ ഭക്ഷിക്കുകയും അവന്റെ താമസ സൗകര്യങ്ങളിൽ തന്നെ നീ താമസിക്കുകയും എന്നിട്ട് അവനെ ധിക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിയാകുമോ? അത് നല്ലതാണോ? അയാൾ പറഞ്ഞില്ല, ശരിയല്ല. ഹാത്തി സാലിസ, നിങ്ങൾ മൂന്നാമത്തെ കാര്യം പറയും. അദ്ദേഹം പറഞ്ഞു, ഇദാ അറത അൻ തഅസിയ വഅൻത തഹ്ത റിസ്ഖിഹി വഫി ബിലാദി. നീ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റിസ്ക് ഭക്ഷിച്ചുകൊണ്ട് അവന്റേതായ നാട്ടുകളിൽ തന്നെ തിന്ന് നിനക്ക് തിന്മയും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ തന്നെ ചെയ്തോളൂ. അള്ളാന്റെ റിസ്ക് നീ ഭക്ഷിച്ചോ, അള്ളാന്റെ നാടിൽ തന്നെ നീ കഴിഞ്ഞോ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാഴ്ച എത്താത്തതായ വല്ല സ്ഥലവും ഉണ്ട് എങ്കിൽ അവിടെ പോയി നീ ആ തിന്മ ചെയ്തോളൂ, അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തിരിച്ചു ചോദിച്ചു, കൈഫ ഹാദാ വഹു മുത്തലിഉൻ അലാ മാ ഫി സറായിർ. എങ്ങനെയാണ് ഇതിൽ സാധിക്കുക? രഹസ്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാത്തതായ ഒരു രഹസ്യങ്ങൾ പോലുമില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹു കാണാത്തതായ ഒരു സ്ഥലം ഞാൻ കണ്ടന്വേഷിക്കുക? അയാൾ പറഞ്ഞു, യാ ഹാദാ അഫയഹ്സുനു അൻ തഅകുല റിസ്ഖ വതസ്കുനു ബിലാദ വതഅസിയഹു വഹുവ യറാക വയറാ മാ തുജാഹിറുഹു ബി. അപ്പോൾ മനുഷ്യ, നിനക്ക് എങ്ങനെ നന്നാകും അള്ളാഹുവിന്റെ റിസ്ക് നീ കഴിക്കുക, അവന്റെ വാസസ്ഥലങ്ങളിൽ തന്നെ നീ താമസിക്കുക, എന്നിട്ട് അവൻ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അവനെ നീ ധിക്കരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് യോജിക്കുക? അദ്ദേഹം പറഞ്ഞു, ശരിയാവില്ല, താങ്കൾ നാലാമത്തെ കാര്യം പറഞ്ഞോളൂ. ഇബ്രാഹിം അദ്ദേഹം തുടർന്നു, ഇദാ ജാഅക മലകുൽ മൗതി ലിയഖ്ബിദ റൂഹക. ഇങ്ങനെയൊക്കെ ആയിട്ട് നിനക്ക് തിന്മ ചെയ്യാൻ തന്നെ പിന്നെയും തോന്നുന്നുണ്ട് എങ്കിൽ നീ ചെയ്തോളൂ. ഇനി മലക്കുൽ മൗത്ത് നിന്റെ കൽബിൽ നിന്നും നിന്റെ ഹൃദയത്തെ പറിച്ചെടുക്കാൻ, റൂഹ് പറിച്ചെടുക്കാൻ വരുന്ന സമയത്ത് മലക്കുൽ മൗത്തിനോട് നീ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ മതി, അഖിർനി ഹത്താ അതൂബ തൗബതൻ നസൂഹ വഅമല ലില്ലാഹി അമലൻ സാലിഹ. ഒരല്പം എനിക്ക് ബന്ധിപ്പിച്ചു തരണം, ഞാൻ എല്ലാം ചെയ്തതൊക്കെ തൗബ ചെയ്തിട്ട് സ്വാലിഹായ അമല് ചെയ്തിട്ട് എന്നെ നീ പിടിച്ചാൽ മതി എന്ന് നീ പറഞ്ഞാൽ മതി, നീ ചിന്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ലാ യഖ്ബലു മിന്നി. ആ മലക്ക് ഞാൻ പറയുന്നത് കേൾക്കുകയില്ല, സ്വീകരിക്കുകയില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിനക്ക് മരണത്തിൽ നിന്നും ഒരിക്കലും അതിനെ ചെറുത്തു നിൽക്കാൻ സാധിക്കുകയില്ല, അതിൽ നിന്നും കുതറി മാറാൻ സാധിക്കുകയില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടായാൽ, നിനക്ക് ഒരു ഇറ്റു പോലും അതിൽ നിന്നും ഒരു തഖീർ, ഒരു പിന്തിപ്പ് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നീ രക്ഷപ്പെടാൻ പിന്നെ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഹാത്തിൽ ഖാമിസ, അഞ്ചാമത്തെ കാര്യം പറഞ്ഞു. ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, ഇദാ ജാഅത്ക സബാനിയ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലായികത്തുകളുണ്ട്, മനുഷ്യരെ നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന സബാനിയാക്കളായ മലക്കുകൾ. ആ മലക്കുകൾ നിന്റെ അടുക്കലേക്ക് വന്നു, ലിയഖുദൂക ഇലൻ നാരി ഫലാ തദ്ഹം മഅഹും. അവർ നിന്നെ നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ നീ അവരോട് പോകേണ്ടതില്ല, എന്നാ പിന്നെ നീ തിന്മ ചെയ്തോളൂ. അദ്ദേഹം പറഞ്ഞു, ലാ യദ്ഊനനി വലാ യഖ്ബലൂന മിന്നി. അവർ എന്നെ അതിന് വിടുകയില്ല, അവരെന്റെ കാര്യം സ്വീകരിക്കുകയില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫകൈഫ തർജു നജാത ഇദൻ. പിന്നെ നിനക്ക് എന്ത് രക്ഷയാണ് നീ വിചാരിക്കുന്നത്? ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, യാ ഇബ്രാഹിം ഹസ്ബി ഹസ്ബി അന അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. മതി, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, തൗബ ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അത് ഒരു ഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ല. തിന്മകളിൽ നിന്നും നമ്മൾ തൗബ ചെയ്യുക എന്നുള്ളത് നമുക്ക് വാജിബായ നിർബന്ധമായ കാര്യമാണ്. തിന്മകളിൽ തുടർന്നു കഴിഞ്ഞാൽ അതെല്ലാ നിലക്കുമുള്ള ധിക്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള നന്ദികേടാണത്. അള്ളാഹു നൽകുന്ന ഭക്ഷണം കഴിച്ചിട്ട്, അള്ളാഹു നമുക്ക് നൽകുന്ന വസ്ത്രം ധരിച്ചിട്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്കായി നൽകിയ ഏതെങ്കിലും ഒരു ഭവനത്തിൽ കഴിഞ്ഞിട്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിച്ചു കൊണ്ടേയിരുന്നിട്ട് അള്ളാഹു കണ്ടുകൊണ്ടേ തന്നെയാണ് നമ്മൾ ഏതൊരു തിന്മയും ചെയ്യുന്നത്. നമ്മൾ ഒരു തിന്മയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണാതില്ല.
കാരണം ഇരുട്ടിനെ പടച്ചവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് രാത്രി നീ ചെയ്താലും ശരി, ആരാരും കാണാതെ നീ ചെയ്താലും ശരി, ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് നീ ചെയ്താലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങനെ അത് പരസ്യം തന്നെയാണ്. അള്ളാഹു രഹസ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആരുമില്ലാത്ത വിജനപ്രദേശമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം ഒരുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നതിൽ നിന്നും തിന്മകൾ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ ഏറെ തടയേണ്ട കാര്യമാണ്. ഏതൊരു തിന്മക്ക് നമുക്ക് പ്രേരണയുണ്ടായാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. അള്ളാഹിന്റെ ഇത്രയും റിസ്കുകൾ ഞാൻ ആസ്വദിച്ചുകൊണ്ടാണ് ആ തിന്മ ഞാൻ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അറിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണാനുള്ളതല്ല. മലക്കുകൾ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാനുള്ളതല്ല. ആ മലക്കുകളെക്കാൾ മുമ്പേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അറിയുന്നുണ്ട്. അള്ളാഹു അത് കാണുന്നുണ്ട്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാനാണ് നിന്റെ പുറപ്പാട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സഹായകമാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നാണ്. നാലാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ് എന്നത് ശരിയാണ്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കോപത്തോളം കോപമുള്ള ഒരു കോപവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തോളമുള്ള ഒരു കോപം വേറെ ഇല്ല എന്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിച്ചു കഴിഞ്ഞാൽ അവനെ തണുപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവനോട് പോയി സംസാരിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ പോലും അമ്പിയാക്കൾക്ക് പോലും പേടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പോയി സംസാരിക്കാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒന്നും പറയുകയില്ല, ഒന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ കോപത്തെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു എങ്ങാനും ഒരു അടിമയോട് കോപിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് താങ്ങാൻ സാധിക്കുകയില്ല. അതെല്ലാ നിലക്കും അവന് സംഭവിച്ചേക്കാം. അവന്റെ ആരോഗ്യത്തിൽ ഉണ്ടായേക്കാം, അവന്റെ സമ്പത്തിൽ ഉണ്ടായേക്കാം. ഏതേത് അവസ്ഥകളിലും അള്ളാഹുവിന്റെ കോപം ഒരു കാര്യത്തിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് രക്ഷയില്ല. ഭൂമിയിൽ തന്നെ വളരെയധികം പേടിയുള്ള ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോയി അയാളോട് ധിക്കരിക്കുകയില്ല. ആളുകൾക്ക് പേടിയുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അയാൾ എന്തെങ്കിലും ആക്രമിച്ച് കളയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ചില ആൾക്കാർ പറയും അയാളുടെ അടുത്ത് പോയി ഒന്നും ചെയ്യാൻ നിൽക്കേണ്ടതില്ല എന്ന് പറയും. അല്ല, അയാളുടെ അടുക്കൽ പോയി ഒരു തിന്മ ചെയ്യാൻ ഒരാൾക്ക് പേടിയായിരിക്കും. കാരണം അയാളുടെ കോപത്തെ കുറിച്ച് പേടിച്ചിട്ട് ചെറിയ കുട്ടികൾ അങ്ങനെ കോപിഷ്ഠനായ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോയി ഒന്നും ചെയ്യുകയില്ല, മാറിയിട്ടൊക്കെയാണ് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കോപം നമ്മളോട് ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം എങ്ങാനും നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് തന്നെ നമുക്ക് നശിച്ചു പോകാൻ മതിയായതാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന കാര്യമാണ്. അഞ്ചാമത്തെ പോയിന്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപങ്ങൾ ഉണ്ടായാൽ അവൻ പിന്നീട് ചിന്തിക്കേണ്ട കാര്യമാണ് മഷ്ഹദുൽ ഫവാത്ത്. അവന് ഈ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത അവനുണ്ടാകണം. അതായത് തിന്മകൾ എന്ന് പറയുന്നത് അത് നന്മകളെ ഇല്ലാതാക്കി തീർക്കും, അതുപോലെ ആഫിയത്തിനെ ഇല്ലാതാക്കി തീർക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങളെ അത് തുടച്ചു നീക്കിക്കളയും. തിന്മകൾക്ക് അങ്ങനെ ഒരു ഷർറുണ്ട്. തിന്മകൾ ഒരാൾ ചെയ്തു തുടങ്ങിയാൽ അവന് അതിന്റെ പറയുന്ന ആഖിബത്ത് പര്യവസാനം അവസാനിക്കുക, അത് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, നീ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നിനക്ക് അതിന്റെ ആഖിബത്ത് അനുഭവിക്കേണ്ടി വരിക എന്നാണ് പറയുന്നത്. അങ്ങനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഒരുപാട് അത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബിൽ വിചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഈമാൻ എന്ന് പറയുന്ന, വിശ്വാസം എന്ന് പറയുന്ന കാര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ വ്യഭിചരിക്കുന്ന വേളയിൽ അവർക്ക് ഈമാൻ ഉണ്ടാവുകയില്ല എന്നാണ്. നമുക്ക് കാഫിറാവുന്നില്ല, പക്ഷേ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകുകയാണ്. ഈമാൻ അതൊരു കുട പോലെ ഉയർന്നു നിൽക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അതാണ്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചരിക്കുന്ന വേളയിൽ അവൻ വിശ്വാസിയായിക്കൊണ്ട് അവൻ വ്യഭിചരിക്കാൻ സാധിക്കുകയില്ല. കാരണം അള്ളാഹു തആലയെ കുറിച്ചിട്ടുള്ള വിശ്വാസം പൊടുന്നങ്ങനെ അവൻ ഇല്ലാതായി തീരുകയാണ്. അള്ളാഹു കാണുന്നില്ല, അള്ളാഹു അറിയുന്നില്ല എന്ന ചിന്തയുണ്ടാകുമ്പോഴാണ് ഇവന് സംഭവിക്കുന്നുണ്ട്. ചില സ്വഹാബികൾ അത് വിശദീകരിച്ചു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യുൻസഉ മിൻഹുൽ ഈമാനു ഹത്താ യബ്ഖ അലാ റഅസിഹി മിസ്ലു ദുല്ല. അവനൊരു കുട വിരിച്ചതുപോലെ, ഒരു തണൽ വിരിച്ചതുപോലെ അവന്റെ ഈമാൻ അവന്റെ ശരീരത്തിൽ നിന്നും ഉയർന്നു പൊങ്ങി മാറി നിൽക്കും. ഫഇൻ താബ റജഅ ഇലൈഹി. അവൻ തൗബ ചെയ്താലാണ് പിന്നീട് അവന്റെ ഈമാൻ മടങ്ങുകയുള്ളൂ എന്നാണ് പറയുന്നത്. വേറെ ചില താബിഈങ്ങൾ പറഞ്ഞു, യുൻസഉ അൻഹുൽ ഈമാനു കമാ യുൻസഉ അൻഹുൽ ഖമീസു ഫഇൻ താബ ലബിസഹു. അവൻ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഖമീസ് ഊരി മാറ്റുന്നത് പോലെ ഈമാൻ അവന്റെ ശരീരത്തിൽ നിന്ന് ഊരപ്പെട്ടു പോകുന്നതാണ്. അവൻ തൗബ ചെയ്താൽ പിന്നീട് അവനത് ഈമാൻ എടുത്തു ധരിച്ചു എന്നതുപോലെയാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്നാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലഅലമൻ അഖ്വാമൻ,
എനിക്കൊരു വിഭാഗം ആളുകളെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ എനിക്കറിയാം, യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലി ജിബാലി തിഹാമ ബൈദാ, വലിയ തിഹാമ പർവ്വതത്തിന്റെ അത്രയും നന്മകളാണ് അവർ ചെയ്തിട്ടുണ്ടാവുക. അവർ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഫയജ്അലഹ അല്ലാഹു അസ്സ വജൽ ഹബാഅൻ മൻസൂറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിതറിയ ധൂളികൾ പോലെ അവരുടെ നന്മകളെ എല്ലാം ഇല്ലാതാക്കി കളയും. സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, നമ്മൾ അറിയാതെ അതിൽ പെട്ടുപോകാതിരിക്കാൻ അവരെ കുറിച്ച് വിശദീകരിച്ചതാ, അവരെ കുറിച്ചിട്ട് വ്യക്തമാക്കിത്താ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, വമിൻ ജിൽദതികും, നിങ്ങളുടെ അതേ തൊലിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള കാര്യമാണ്, വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങളെ പോലെ തന്നെ രാത്രിയിൽ അവരുമുണ്ട്, വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലു ബിമഹാരിമിൻ ലൻ തഹകുഹ, പക്ഷേ അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാരിമുകൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവർ കളങ്കപ്പെടുത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ തിന്മകൾ ചെയ്യുക, ആളുകളുടെ മുന്നിൽ മാത്രം നന്മകൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അമലുകളൊക്കെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അപ്പൊ അമലുകൾ അത് തിന്മകൾ കൊണ്ട് ബാത്തിലാക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഖതാദ റഹിമഹുല്ലാഹ്, അദ്ദേഹം മുഫസ്സിറാണ്, അദ്ദേഹം പറയുന്നുണ്ട്, മൻ ഇസ്തതാഅ മിൻകും അല്ലാ യുബ്തില അമലൻ സാലിഹൻ അമിലഹു ബിഅമലിൻ സയ്യിൻ ഫൽയഫ്അൽ, നിങ്ങൾ ചെയ്ത ഒരു നന്മ അത് തിന്മകൾ കൊണ്ട് ബാത്തിലാക്കാതിരിക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ ബാത്തിലാക്കാതിരിക്കട്ടെ. ഫൈനൽ ഖൈറ യൻസഹു ശർ, കാരണം ഖൈർ ഷർറിനെ മായ്ച്ചു കളയുന്നത് പോലെ തന്നെ വഇന്ന ശർറ യൻസഹു ഖൈർ, ഷർറ് ഖൈറിനെ ഇല്ലാതാക്കി കളയും. ഇപ്പൊ ഒരാൾ ഷർറ് ചെയ്തു കഴിഞ്ഞാൽ അത് ഖൈറിനെ ഇല്ലാതാക്കി കളയും. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത് എന്ന് പറഞ്ഞതിൽ മുൻഗാമികളുടെ തഫ്സീറുകൾ കാണാം, ബിൽ കബാഇർ, പാപങ്ങൾ, അതുകൊണ്ട് വൻപാപങ്ങൾ കൊണ്ടത് നിങ്ങളുടെ അമലുകൾ ഇല്ലാതായിപ്പോകും. നിങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ടാകും, കുറെ നിസ്കരിച്ചിട്ടുണ്ടാകും, കുറെ നോമ്പെടുത്തിട്ടുണ്ടാകും, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ വൻപാപങ്ങൾ സംഭവിക്കുമ്പോൾ ആ വൻപാപങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി ഇല്ലാതാക്കി തീർത്തിട്ടുണ്ടാകും. അങ്ങനെ പരലോകത്തേക്ക് എത്തുന്ന സമയത്ത് ഇവൻ ചെയ്തത്, ഇവൻ കണക്കൂട്ടുന്നത് ഒരുപാട് നന്മകൾ ഉണ്ട് എന്നാണ്. അത് അത്ര തന്നെ ഉണ്ടാകും, പക്ഷേ അതിനെല്ലാം ബാത്തിലാക്കി കളയുന്നതായ തിന്മകൾ ഉണ്ടാകും. ഓരോരുത്തരും ഓരോ നിലക്കായിരിക്കും തിന്മകൾ സംഭവിക്കുക. നാവുകൾ കൊണ്ട് തിന്മകൾ സംഭവിക്കുന്ന ആളുകളുണ്ട്, ലൈംഗിക അവയവങ്ങൾ കൊണ്ട് തിന്മകൾ സംഭവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ നാവും അതുപോലെ തന്നെ ലൈംഗിക അവയവം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ഞാൻ സ്വർഗം ജാമ്യം നൽകാം. കാരണം അവൻ ചെയ്ത നന്മകളൊക്കെ അവനവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഈ രണ്ട് കാര്യത്തെയും ഒരാൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അവന്റെ നന്മകളെയൊന്നും അവൻ കാണാൻ സാധിക്കുകയില്ല, അവൻ സ്വർഗം ജാമ്യമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അഥവാ നമുക്ക് നഷ്ടപ്പെടുന്ന തിരിച്ചറിവുണ്ടാകണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാൻ, അതുപോലെ തന്നെയാണ് ആഫിയത്ത്. ഒരാളുടെ ആരോഗ്യം പോകുമെന്നാണ്. തിന്മയുടെ അനന്തരഫലങ്ങളിൽ അള്ളാഹു പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഒരാളുടെ ആരോഗ്യമില്ലാതായിട്ട് അയാൾക്ക് രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ റിസ്ക് അത് പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുന്നതാണ് എന്നാണ്. അത് ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രമേ അവനെ തിരിച്ചു നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഒരു നാട്ടിൽ മഴയില്ലാതായി തീരാൻ, അതുപോലെ തന്നെ റിസ്കുകൾ ഇല്ലാതായി തീരാൻ പാപങ്ങൾ മതിയായതാണ് എന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചില ആളുകൾ വന്നുകൊണ്ട് ഉപദേശങ്ങൾ ചോദിക്കേണ്ടായി. അവർ പരാതി പറയുകയാണ്, ഒരുപാട് വരൾച്ചയാണുള്ളത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇസ്തഗ്ഫിരില്ല. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു വളരെ ദാരിദ്ര്യമാണുള്ളത്. അദ്ദേഹം പറഞ്ഞു ഇസ്തഗ്ഫിരില്ല. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു കുട്ടികളൊന്നും ആകുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇസ്തഗ്ഫിരില്ല. കേട്ടുനിന്ന് ഒരാൾ ചോദിച്ചു, 3 ആളുകൾ വ്യത്യസ്ത ചോദ്യങ്ങളായിട്ടാണല്ലോ നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്, നിങ്ങൾ എല്ലാത്തിനും ഉത്തരം പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറയണമെന്നാണ്, ഇസ്തഗ്ഫിരില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം ഖുർആനിൽ ഒരു ആയത്ത് ഓതി, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുക, അല്ലാഹു അങ്ങേയറ്റം പുറത്തു തരും. യുർസിലി സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലി വബനീന വയജ്അൽ ലക്കും ജന്നാതി വയജ്അൽ ലക്കും അൻഹാറ. സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങൾ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് തരാനുള്ള കാരണമാണ് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാരണം മനുഷ്യൻ എന്തായാലും തെറ്റുകൾ സംഭവിക്കും. അപ്പൊ അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടാതെ ഒരാൾക്ക് രക്ഷയില്ല എന്നുള്ളതാണ്. ആ രക്ഷ അവൻ ലഭിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി തിന്മകളിൽ വിട്ടുനിൽക്കണം. തിന്മകൾ ചെയ്യുന്ന ഒരാൾക്ക് ഇതിന്റെ നേരെ വിപരീതമാണ് ഉണ്ടാവുക. നൽകപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എടുത്തുപോകും, ഇല്ലാതായി പോകും. അവൻ പാപ്പനായി പോകും, അവന്റെ കയ്യിലുള്ള സമ്പത്ത് ഇല്ലാതായി പോകും, ആരോഗ്യം ക്ഷയിച്ചു പോകും. അങ്ങനെ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഒന്നിനു പുറമെ ഒന്നൊന്നായി ഉണ്ടാകും.
ഒരാൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് തിന്മകൾ ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിലും അയാൾക്ക് ഒരു കുറവുകളും അവന്റെ അനുഗ്രഹങ്ങളിൽ കാണുന്നില്ല എങ്കിൽ അതാണ് ഏറ്റവും പേടിക്കേണ്ട കാര്യം. അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. അള്ളാഹു അയച്ചു വിടുന്നതാണ്. പെട്ടെന്നൊരു പിടുത്തം അവനുണ്ടാവും. ആ പിടുത്തത്തിൽ പിന്നെ രക്ഷയില്ല. അത് മരണത്തിന്റെ പിടുത്തമായിരിക്കും. ആ മരണത്തിന്റെ പിടുത്തം കിട്ടുന്ന സമയത്ത് അവന് പിന്നീട് രക്ഷപ്പെടാനുള്ള മാർഗമില്ല. മറ്റേത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമെങ്കിലും ഉണ്ടാവും. മറ്റേത് ചിന്തിക്കാൻ ഒരു വകയെങ്കിലും ഉണ്ടാകും. ചില പരീക്ഷണങ്ങൾ കാണുന്ന സമയത്ത് അങ്ങനെയെങ്കിലും അവൻ ചിന്തിക്കും, തിരിച്ചറിയും, അവൻ തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ ചെയ്യും. പക്ഷേ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് യാതൊരു കുറവുമില്ല, അവന്റെ തിന്മകൾ അതുകൊണ്ട് അവനൊരു കുറവും അവന് കാണുന്നില്ല എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇസ്തിദ്റാജിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളക്കി വിട്ടതാണ്. അവനൊരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവന് പിന്നീട് ഒരു രക്ഷയും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അടുത്തതായി അദ്ദേഹം പറയുന്നത് 6ാമത്തെ പോയിന്റ് സഹോദരങ്ങളെ, അത് മഷ്ഹദുൽ ഖഹ്രി വൽ ളഫർ. യഥാർത്ഥത്തിൽ തിന്മകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം പോലെ മറ്റൊരു സുഖമുണ്ട്. തിന്മകൾ ചെയ്യാതിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സുഖമുണ്ട്. അപ്പൊ ഒരാൾക്ക് ശഹവത്ത് കൊണ്ട് എന്തെല്ലാമാണോ അയാൾ ആസ്വദിക്കുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് അവന്റെ ശഹവത്തുകൾക്കെതിരെ പോരാടിയാൽ അത് ദുനിയാവിൽ നിന്ന് തന്നെ ലഭിക്കും എന്നുള്ളതാണ്. എത്രത്തോളം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരാൾക്ക് മനുഷ്യരിൽപ്പെട്ട ഒരു ശത്രുവിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊരു ആസ്വാദനമാണോ ലഭിക്കുക, അതിനേക്കാൾ അപ്പുറമായിരിക്കും പിശാച് എന്ന അവന്റെ ഏറ്റവും വലിയ ശത്രുവിനോട് അവൻ പോരാടുകയും അതിനോട് അവൻ മല്ലിടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആഖിബത്ത് അത് വളരെയധികം ഉപകാരമായിരിക്കും. എത്രത്തോളം അവർ പറയാൻ വഹുവ കആഖിബത്തി ശുർബി ദവാഇ നാഫിഅ അല്ലദി അസാല ദാഅൽ ജസദി വഅദഹു ഇല സിഹ്ഹതിഹി വഇഅ്തിദാലിഹി. ഒരാൾ ഒരു കൈപ്പേറിയ ഒരു മരുന്ന് കഴിക്കുകയാണ്. ആ മരുന്ന് കഴിക്കുന്ന സമയത്ത് ആദ്യത്തിൽ എന്തുണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് ആരോഗ്യം കിട്ടുന്ന വേളയിൽ അവന് അതിന്റെ ആരോഗ്യ അവസ്ഥയിലേക്ക്, ശരീരമെല്ലാം നേരെയായ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് അവന് കിട്ടുന്ന ഉപകാരമുണ്ട്. അത് അവൻ അറിയാവുന്നതാണ്. ചില ഓപ്പറേഷനുകൾ ഭയങ്കര പ്രയാസമായിരിക്കും, ചില മരുന്നുകൾ ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ അതിലൂടെ അവന് പിന്നീട് കിട്ടുന്ന ആഫിയത്ത് കിട്ടുമ്പോൾ അവന് മനസ്സിലാകും ഇത് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും പിന്നീട് ലഭിക്കുന്ന ഒരുപാട് ഖൈറുകൾ അതിലുണ്ട് എന്ന്. അപ്പൊ ആ ഒരു ലസ്സത്ത് ഒരാൾക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നീട് അതിലായിരിക്കും അവൻ ഏറ്റവും വലിയ ഖൈർ. അതായത് പിശാച് എന്ത് പ്രേരിപ്പിച്ചാലും അതിനവൻ ചെയ്യുകയില്ല എന്നവൻ ഉറച്ചു വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നൽ മുഅ്മിന ലയുംദി ശയാതീനഹു കമാ യുംദി അഹദുകും ബഈറഹു ബിസ്സഫർ. നിങ്ങൾ ഒരാൾ യാത്രയിൽ നിങ്ങളുടെ വാഹന മൃഗങ്ങളെ എങ്ങനെയൊക്കെ ദുർബലമാക്കൂ, അഥവാ നമ്മൾ വാഹന മൃഗങ്ങളെയും കൊണ്ട് യാത്ര ചെയ്തതിന് അതിന് ദുർബലത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പിശാചുക്കളെ ദുർബലരാക്കാൻ സാധിക്കുമെന്നാണ്. അതായത് പിശാച് നമ്മളെ ചില വേളകളിൽ പിശാച് എന്ത് ചെയ്യും, നമ്മൾ അടക്കി ഭരിച്ചോളും. പിശാച് അടക്കി ഭരിച്ചിട്ട് അവന്റെ ചിന്തകൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യും. നമ്മൾ പിശാചായിപ്പോവും. മനുഷ്യ പിശാചായിപ്പോവും. എന്തുകൊണ്ടാണ്? പിശാചിന്റെ സ്വാധീനം അവന് അത്രയും ഉണ്ടാവുകയാണ്. എന്നാൽ ഒരാൾ അതിനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിലൊരു മൃഗത്തെ നിങ്ങൾ എങ്ങനെയാണോ ദുർബലപ്പെടുത്തുന്നത്, അതിനെ അടക്കി ഭരിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പിശാചിനെ അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യന്റെ തിന്മകളിലേക്ക് അവൻ എത്തിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് അവന്റെ സ്വന്തം നഫ്സാണ്, രണ്ടാമത്തേത് പിശാചാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യൻ എപ്പോഴും തിന്മയിലേക്ക് എത്തിക്കുന്നത്. ഇത് രണ്ടിന്റെ പര്യവസാനമാകട്ടെ അത് നരകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിൽ ചിലതിൽ നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഫാത്തിറ അസ്സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ. അല്ലാഹുവിനെ ചില വാക്കുകൾ പറഞ്ഞ് പുകഴ്ത്തുകയാണ്. അല്ലാഹുവേ, ആകാശഭൂമികളെ പടച്ചവനെ, എല്ലാ ഗൈബും ഷഹാദത്തും അദൃശ്യവും ദൃശ്യവുമെല്ലാം അറിയുന്നവനെ, റബ്ബ കുല്ല ശൈഇൻ വ മലീക, എല്ലാത്തിന്റെയും റബ്ബും അതിനെല്ലാം നിയന്ത്രിക്കുന്നവനുമേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത്, നീ അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അഊദു ബിക മിൻ ശർരി നഫ്സി വ മിൻ ശർരി ശൈത്താനി വശിരിക്കി, ഞാനിതാ എന്റെ നഫ്സിന്റെ ഷർറിൽ നിന്നും പിശാചിന്റെ ഷർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽഹാ ഇദാ അസ്ബഹത വ ഇദാ അംസൈത വ ഇദാ അഖസ്ത മൽജഅക. 3 വേളകളിൽ നീ ഇത് പറഞ്ഞോളൂ. നീ രാവിലെ ആയാൽ, വൈകുന്നേരമായാൽ, നീ ഉറങ്ങാൻ പോകുമ്പോൾ. അവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ദക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ദറൈ അശ്ശർ വഹുമ അൻ-നഫ്സ് വശൈത്താൻ. ഷർറിന്റെ ഉത്ഭവ കേന്ദ്രമായി 2 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് സ്വന്തം നഫ്സാണ്, 2 ശൈത്താനാണ്. വദക്കറ മൗരിദൈഹി വനിഹായതൈഹി, അതുപോലെ തന്നെ ഇത് രണ്ടിന്റെയും പര്യവസാനവും എവിടെയായിരിക്കും എന്ന് പറഞ്ഞു. വഹുമാ ഔദുഹു അല നഫ്സി ഔ അല അഖീഹിൽ മുസ്ലിം, ഇത് ഒന്നുകിൽ സ്വന്തം ശരീരത്തിലായിരിക്കും ഒരാൾക്ക് ഇതിന്റെ ഉപദ്രവം ഉണ്ടാവുക, അതല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ എന്നെയോ എന്റെ സഹോദരനെയോ ഉപദ്രവിക്കുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് ഈ ദുആയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം നമ്മൾ പിശാച് അതല്ലെങ്കിൽ നമ്മുടെ നഫ്സ് നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ നമ്മളോട് തന്നെ ഉൽമയും, അതല്ലെങ്കിൽ മറ്റൊരു സഹോദരനെ നമ്മൾ ഉൽമയും, വേറൊരാളെ പോയി ഉൽമ ചെയ്യും എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥനയിൽ
നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മൾ പിശാചിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത്, പിശാച് നമ്മളോട് മന്ത്രിക്കുന്നതിനെതിരായി പ്രവർത്തിക്കുക എന്നത് നമുക്ക് തുടക്കത്തിൽ ഒരു പ്രയാസമുള്ള കാര്യമാണ്. എങ്കിലും അത് പിന്നീട് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ്. ഏഴാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് മഷ്ഹദുൽ ഇവൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുമെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടാവുക എന്നാണ്. നമുക്ക് ഭൂമിയിൽ എന്ത് തിന്മകൾ അല്ലാഹു തആല ഉപേക്ഷിക്കാൻ നമ്മോട് പറഞ്ഞോ അത് ഉപേക്ഷിച്ചാൽ അതിനേക്കാളും നല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകും. അതിൽ യാതൊരു സംശയവുമില്ല, പരലോകത്ത് നൽകുന്നതാണ്. അതുകൊണ്ടാണ് മദ്യത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറഞ്ഞത് കാണാൻ സാധിക്കും. മുൻഗാമികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് തന്നെ കാണാം, മൻ ശരിബൽ ഖംറ ഫി ദുനിയ, ആരെങ്കിലും ദുനിയാവിലെ കള്ള് കുടിച്ചാൽ സുമ്മ ലം യതുബ് മിൻഹ, എന്നിട്ട് തൗബയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഹുരിമഹ ഫിൽ ആഖിറ, അവൻ ആഖിറത്തിലെ തടയപ്പെടും. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ആഖിറത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒഴുക്കുന്ന മദ്യപ്പുഴകളുണ്ട്, തേനിന്റെയും പാലിന്റെയും അതിന്റെ രുചിയെക്കുറിച്ചും അതിന്റെ വർണ്ണനകളും എല്ലാം ഖുർആനിലും ഹദീസിലും ഉണ്ട്. ആ സുഖം അവന് പരലോകത്തിൽ ലഭിക്കുകയില്ല. കാരണം ദുനിയാവിൽ ഈ മോശപ്പെട്ട ലഹരി ബാധിച്ച് ബോധമില്ലാതെ ലക്ക് കെട്ടുകൊണ്ടുള്ള ഈ ലഹരി അവൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ നഷ്ടപ്പെടുത്തുമെന്നാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് സ്വർഗം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ. എന്നാൽ ആരാണോ അള്ളാഹുവിന്റെ മഖാമിന്, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവ, സ്വന്തം ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്നും പിടിച്ചുവെച്ചത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ, തീർച്ചയായും ജന്നത്താകുന്നു, സ്വർഗമാകുന്നു അവന്റെ പര്യവസാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് അതിന് തിരിച്ചും പറയുന്നുണ്ട്. ആര് സ്വന്തം ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ നരകമായിരിക്കും അവന്റെ സങ്കേതം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഖാമുൽ ഇവൽ, എല്ലാം കാര്യങ്ങൾ തിരിച്ചു കിട്ടാനുള്ളതാണ് എന്ന് ചിന്തിക്കുക. തിന്മകൾ ഒഴിവാക്കാൻ എളുപ്പമാണ്. മദ്യമാണോ നിന്റെ പ്രയാസം, പരലോകത്ത് നിനക്ക് ലഭിക്കാനുണ്ട്. വ്യഭിചാരമാണോ നിന്റെ പ്രയാസം, പരലോകത്ത് ഹൂറുൽ ഈൻ ലഭിക്കാനുണ്ട്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നക ലൻ തദഅ ശൈഅൻ ഇത്തിഖാ അല്ലാഹ് ഇല്ലാ അതാക അല്ലാഹു ഖൈറൻ മിൻഹു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ആലോചിക്കുക. നീ ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിക്കുന്നില്ല, അല്ലാഹു അതിനേക്കാൾ ഖൈർ നിനക്ക് പകരം നൽകാതെ എന്ന്. അപ്പൊ ആ പകരമാണോ നിനക്ക് വേണ്ടത്, അല്ല താൽക്കാലികമായ ഈ ആസ്വാദനങ്ങളാണോ വേണ്ടത്? ദുനിയാവിന്റെ എല്ലാ ആസ്വാദനങ്ങളും അത് താൽക്കാലികം മാത്രമാണ്. അതൊരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് മടുക്കുന്നതായിരിക്കും. മടുക്കാത്തതായ ഒന്നും ദുനിയാവില്ല. എന്നാൽ പരലോകത്ത് അങ്ങനെയല്ല. കള്ളു കുടിച്ചവനെ കാണുന്നില്ല. പിന്നീട് അത് ആസ്വാദനങ്ങളല്ലേ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പിന്നീട് ഒരു അഡിക്ഷൻ മാത്രമാണ്, ആസ്വാദനം ലഭിക്കുകയില്ല. പിന്നീട് തിന്മകൾ അവന്റെ അക്കൗണ്ടിലേക്ക് കയറുക എന്നുള്ളതല്ലാതെ ആസ്വാദനമൊക്കെ പോയി, ആസ്വാദനത്തിന്റെ പരിധിയൊക്കെ പോയി. എല്ലാം അങ്ങനെ തന്നെയാണ്. സ്ത്രീയാകട്ടെ, പെണ്ണാകട്ടെ, വ്യഭിചാരമാകട്ടെ, പിന്നീട് അവൻ അതൊരു പരീക്ഷിക്കപ്പെട്ടവനായി മാറുകയാണ്. അതിന്റെ ആസ്വാദനങ്ങൾ എടുത്തു പോകും, ആസ്വാദനങ്ങൾ ഇല്ലാതായി പോകും. പിന്നീട് ഹറാമുകൾ ചെയ്യുകയും അതിന്റെ ശിക്ഷ വാങ്ങിക്കൂട്ടുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ ആസ്വാദനങ്ങൾ പോലുമില്ല. ആസ്വാദനങ്ങൾ പോലുമില്ലാതെ നിനക്ക് ലഭിക്കുന്ന എന്നേക്കുമായിട്ടുള്ള ശിക്ഷകളായിരിക്കും ഉണ്ടാവുക. എന്നാൽ നീ പറയുന്നത് പോലെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് ഒഴിവാക്കിയാൽ ദുനിയാവിൽ നിനക്ക് ഖൈറുണ്ടാകും, പരലോകത്തും നിനക്ക് ഖൈറുണ്ടാകും. ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നതാണ് എന്ന്. അതുകൊണ്ട് ഈ ഒരു കാര്യം നീ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പകരം നൽകുമെന്ന കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതായ കാര്യമാണ്. എട്ടാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് മഷ്ഹദുൽ മഇയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഇയ്യത്ത്, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഇയ്യത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവുക. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ക്ഷമിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ത്വാഅത്ത് ചെയ്യുകയും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അള്ളാഹുവിന്റെ ഖദാ ഖദറിൽ ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ മഇയ്യത്തുണ്ട്. അതല്ലെങ്കിൽ അല്ലാഹു തആല എല്ലാവരോടൊപ്പം അവരുടെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. പക്ഷേ ക്ഷമാശീലരായ ആളുകളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഇയ്യത്തുൻ ഖാസ്സ, പ്രത്യേകമായ അല്ലാഹു തആലയുടെ സംരക്ഷണം ഒരാൾക്കുണ്ടാകും. ആവശ്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുമ്പിലുണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്ക, ഇഹ്ഫദില്ലാഹ്, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിധിവിലക്കുകളെ സംരക്ഷിച്ചാൽ യഹ്ഫദ്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പെട്ടെന്ന് വിചാരിക്കാത്ത സംരക്ഷണം നിനക്ക് ലഭിക്കാൻ ഏറ്റവും നിനക്ക് യോജിച്ചിട്ടുള്ള കാര്യം നീ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇഹ്ഫദില്ലാഹ് യഹ്ഫദ്, ഇഹ്ഫദില്ലാഹ് തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചാൽ നിന്റെ മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കാണാമെന്നാണ്. സഹായി ആയിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോടൊപ്പം ഉണ്ടാകും. ഇന്നല്ലാഹ മഅൽ ലദീന തഖൗ,
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ചെയ്യുന്ന ആളുകളോടൊപ്പമാണ്. വല്ലദീന ഹും മുഹ്സിനൂൻ, അതുപോലെ തന്നെ സുകൃതം ചെയ്യുന്നവരോടൊപ്പവുമാണ്. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, മറ്റൊരായത്തിൽ പറഞ്ഞു അല്ലാഹു നന്മകൾ ചെയ്യുന്ന ആളുകളോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നിന്നോടൊപ്പം ഉണ്ടാകണമെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ആകണമെങ്കിൽ നീ തിന്മകളിൽ വിട്ടുനിന്നേ പറ്റൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളായിട്ടുള്ള ആളുകൾ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ട് കറാഹത്തുകൾ പോലും ഒഴിവാക്കുന്നവരാണ്. വാജിബായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തുകൾ പോലും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ വിശേഷണമായി അവസാനം എടുത്തു പറഞ്ഞിട്ടുള്ളത്, അവർ വല്ലതും അള്ളാഹിനോട് ചോദിച്ചാൽ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കും. അത് കാരണം അള്ളാഹു തആലയുടെ അത്രയും വലിയ മഅയ്യത്ത് ലഭിച്ചു. ഭൂമിയിൽ തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അള്ളാഹുവിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത്. അവരെന്താണ് ചോദിക്കുന്നത് പിറ്റേന്ന് ഉത്തരം കിട്ടുന്നത് അവർ കാണാൻ സാധിക്കുന്നതായിരിക്കും. അള്ളാഹു അങ്ങനെ ആദരിക്കും, കറാമത്തുകൾ നൽകി ആദരിക്കും. അത് അവന് വല്ലാത്തൊരു സുഖമുണ്ടാക്കും. അള്ളാഹു തആലയോട് ചോദിക്കുന്നു, അള്ളാഹു തആല നൽകുന്നു. മുൻഗാമികളിൽ പലരെ കുറിച്ചും അത് പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരോട് വല്ല കാര്യങ്ങളും ഒരാൾ പോയി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാൻ അവർ ദുആ ചെയ്യുന്ന അവർക്ക് പെട്ടെന്ന് ലഭിക്കുന്നു. അവർ ചിലർ ദുആ ചെയ്താൽ മഴ ലഭിക്കുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത്രയും അവർ അടുത്തിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം മഅയ്യത്തുൻ ഖാസ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാർക്കാണ് ലഭിക്കുക സഹോദരങ്ങളെ? അത് അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഭയപ്പെട്ട് തിന്മകളിൽ വിട്ടു നിൽക്കുന്ന ആളുകൾക്കാണ്. ആ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. 3 ആളുകൾ ഒരു ഗുഹയിൽ പ്രവേശിച്ചൊരു സംഭവം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ സഹായം കിട്ടിയതിൻ്റെ ഒരു കഥയാണത്. 3 ആളുകൾ ഒരു ഗുഹാമുഖത്ത് അടഞ്ഞു. അവർ ആ ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിന്റെ ഗുഹാമുഖം ഒരു വലിയ പാറക്കല്ല് വന്ന് അടഞ്ഞു പോകുകയാണ്. അവർ മരണം മുന്നിൽ കാണുകയാണ്. അവിടെ ഒരാൾ വിളിച്ചാൽ കേൾക്കുകയില്ല, മനുഷ്യന്മാരുള്ള സ്ഥലമേ അല്ല, അവർ മരിക്കുമെന്ന് ഉറപ്പിച്ച കാര്യമാണ്. ആ സമയത്താണ് 3 പേരും അവർ ചെയ്തിട്ടുള്ള ഓരോ നന്മകൾ എടുത്ത് പറയുന്നത്. അവരിൽ ഒരാൾ പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറതി ഇല്ലാ അൻ തദ്ഉല്ലാഹ ബിസ്വാലിഹി അമാലിക്കും. നമ്മുടെ സാലിഹായ വല്ല അമലും അള്ളാഹിനോട് എടുത്തു പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിൽപ്പെട്ട ഒരാളുടേത് ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുമ്മ കാനത് ലീ ബിൻതു അം, അള്ളാഹു എൻ്റെ ഉപ്പയുടെ സഹോദരി പുത്രി എനിക്കുണ്ടായിരുന്നു. കാനത്ത് അഹബ്ബൻ നാസ് ഇലൈ, എനിക്ക് അവളോട് ഏറ്റവും വലിയ ഇഷ്ടമുണ്ടായിരുന്നു. ഫാറത്തുഹ അൻ നഫ്സിഹ, അവളെ ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫംതനഅത് മിന്നി, പക്ഷെ അവൾ എപ്പോഴും വിട്ടുനിന്നു. ഹത്ത അലമ്മത് ബിഹാ സനതുൻ മിനസ് സിനീൻ, അങ്ങനെ ഒരു ദാരിദ്ര്യമുള്ള ഒരു കാലമുണ്ടായി. അഥവാ വളരെയധികം സമ്പത്തില്ലാത്തതായ ഒരു കാലഘട്ടം അവിടെ വന്നു. വരൾച്ചയുടെ ഒരു കാലഘട്ടം ഉണ്ടായി. ആരുടെ പണമില്ല. ഇപ്പോൾ വലിയ വലിയ പൈസക്കാരുടെ അടുത്ത് മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊന്നും പണിക്ക് പോയാൽ ഒന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ എൻ്റെ ഉപ്പയുടെ സഹോദരി പുത്രി ഫജാഅത്നി, എൻ്റെ അടുക്കലേക്ക് വന്നു. ഫഅതൈതുഹ 20 വ100 ദിനാർ, ഞാൻ 120 ദീനാർ അവൾക്ക് കൊടുത്തു. അല അൻ തുഖല്ലി ബൈനി വബൈന നഫ്സിഹാ ഫഫഅൽ, എൻ്റെ ആഗ്രഹങ്ങൾ അവളിൽ പൂർത്തീകരിക്കണം എന്നൊരു ഷർത്ത് പറഞ്ഞിട്ട്, ഞാൻ തരാം, പക്ഷേ എനിക്ക് നിന്നെ വ്യഭിചരിക്കേണ്ടതുണ്ട്. ഹത്ത ഇദാ ഖദർതു അലൈഹ, അങ്ങനെ അവളെ ഞാൻ പ്രാപിക്കാൻ വേണ്ടി എത്തിയപ്പോൾ അവൾ പറഞ്ഞു, ലാ ഉഹില്ലു ലക അൻ തഫുദ്ദൽ ഖാതിമ ഇല്ലാ ബിഹഖി, ഒരിക്കലും തന്നെ ഒരു വ്യഭിചാരം അത് അനുവദിക്കപ്പെടുന്നതല്ല, അതായത് അതിന്റെ അവകാശിയല്ലാതെ അതിന്റെ മൂടി ഇടാൻ പാടില്ല എന്ന രൂപത്തിൽ അവൾ പറഞ്ഞു. ഫതഹറജ്തു മിനൽ വുഖൂഇ അലൈഹ ഫൻസറഫ്തു അൻഹാ വഹിയ അഹബ്ബു നാസി ഇലൈ, ഞാൻ അത് കേട്ട ഉടനെ തന്നെ എനിക്ക് പേടിയുണ്ടാവുകയും ഞാൻ അതിൽ നിന്നും കുതറി മാറുകയും അവൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഞാൻ അവളിൽ നിന്നും മാറുകയും ചെയ്തു. അയാളെ വ്യഭിചരിച്ചില്ല. വതറക്തു ദഹബ അല്ലദി അതൈതുഹ, ഞാൻ അവൾക്ക് കൊടുത്തിട്ടുള്ള കാര്യം അത് ഒഴിവാക്കി, അതിന് പകരം ഒന്നും തരേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഇബ്തിഗാ വജ്ഹിക്, അല്ലാഹു ഇത് നിന്നെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തതെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ, ഞങ്ങൾ ഏതൊരു ദുരിതത്തിലാണോ പെട്ടിട്ടുള്ളത് അതിൽ നിന്നൊരു തുറവ് നൽകണമേ. ഫൻഫറജത്ത് സഖറ, അങ്ങനെ ആ പാറക്കല്ല കുറച്ച് നീങ്ങി എന്നാണ് പറയുന്നത്, അതിൽ വിടവുണ്ടായി എന്നാണ് പറയുന്നത്. ചുരുക്കം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സഹായം ലഭിക്കാനുള്ള കാരണമായത് അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ ഒരു തിന്മ ഒഴിവാക്കിയപ്പോഴാണ്, അതെടുത്തു പറഞ്ഞ് ദുആ ചെയ്തപ്പോഴാണ്. അപ്പൊ അങ്ങനെ സ്ഥിരമായി ഒരാൾ തന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ ചെയ്യാൻ സാധിക്കുന്നതായ തിന്മകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേക സഹായം അവൻ ഉണ്ടാകും എന്നതാണ് സഹോദരങ്ങളെ പറഞ്ഞു വന്നിട്ടുള്ളത്. അവസാനത്തെ ഒരു പോയിന്റ്, 9ാമത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മഷ്ഹദുൽ മുഗാഫസതി വൽ മുആജല എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെക്കുറിച്ച് ഓരോരുത്തരും ചിന്തിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ലികുല്ലി അജലിൻ കിതാബ്, ഓരോരുത്തരുടെ അവധിയും അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരാളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരല്പം മുന്തിക്കാനോ പിന്തിക്കാനോ സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അറിയില്ല എപ്പോഴാണ് അവന് മരണം സംഭവിക്കുക എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, തിന്മകൾ ചെയ്യുന്ന സമയത്ത് ആ തിന്മകൾ ചെയ്തതിനു ശേഷം തൗബ ചെയ്യാം എന്നായിരിക്കും.
പക്ഷേ ആ തിന്മകൾ ചെയ്യുന്ന വേളയിൽ തന്നെ നീ മരണപ്പെട്ടു പോകുകയാണ് എങ്കിൽ ഈ ദുനിയാവിലും ആളുകൾക്കിടയിൽ വഷളാകും, പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് തൗബ ചെയ്യാത്തവനായി ആ തിന്മയിൽ തുടരുന്നവനായിട്ടായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നീ എന്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബഅസ് ചെയ്യുക, അള്ളാഹുവിന്റെ അടുക്കൽ നീ പുനർജീവിപ്പിക്കപ്പെടുക. അങ്ങനെയായിരിക്കും. എങ്ങനെയാണോ ജീവിക്കുന്നത് ബുഇസ ഫീ, അതിലായിരിക്കും അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നാണ്. ഒരാൾ ഹറാമിലാണ് മരണപ്പെടുന്നത് എങ്കിൽ നാളെ തൽബിയത്ത് ചൊല്ലുന്നവനായിക്കൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുന്നേൽപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞിട്ടുള്ള ഉപദേശമാണത്. എന്താണത്? ഇദാ അംസൈത ഫലാ തൻതദിർ. മഹാൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് പറഞ്ഞ ഉപദേശമാണത്. ഇദാ അംസൈത ഫലാ തൻതദിർ സബാ വ ഇദാ അസ്ബഹത ഫലാ തൻതദിർ മസാ. നീ രാവിലെ ആയാൽ വൈകുന്നേരത്തിലേക്ക് നീ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, വൈകുന്നേരമായാൽ രാവിലേക്ക് എത്തും എന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്. നീ നിന്റെ എല്ലാ ലദ്ദത്തുകളെയും എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് അധികമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോ വേണമെങ്കിലും ഒരാൾക്ക് മരണം വരാം. ഇത് ചിന്തിക്കുന്ന വേളയിൽ ഒരാൾക്ക് തൗബ ചെയ്യാനും തിന്മകളിലേക്ക് പോകാതിരിക്കാനും അവന് സഹായകമാകുന്ന കാര്യമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ, ഇനിയൊരു തിന്മയിലേക്ക് പോകാതിരിക്കാൻ ഇതെല്ലാം സഹായകമാകുന്ന കാര്യമാണ്. മരണം ഉടനെ സംഭവിക്കുമെന്നുള്ള കാര്യം ഓരോരുത്തർക്കും അത് ഓർമ്മയുണ്ടാവുക. മരണത്തിന് സമയമില്ല, മരണത്തിന് ഡേറ്റ് ഇല്ല, മരണത്തിന് നിമിഷമില്ല, മരണത്തിന് രാപ്പകൽ വ്യത്യാസമില്ല. മരണം എവിടെയും കയറിച്ചല്ല, എവിടെയും മരണം ഉണ്ടാകാം, എപ്പോഴും പെട്ടെന്നുണ്ടാകാം. അത് സംഭവിക്കുമ്പോൾ നമ്മൾ തിന്മകളിലാണ് എങ്കിൽ, അതല്ലെങ്കിൽ തിന്മ ചെയ്ത് അതിൽ നിന്നും തൗബ ചെയ്യാത്ത അവസ്ഥയിലാണ് എങ്കിൽ സഹോദരങ്ങളെ, അതിനേക്കാളും വലിയൊരു നഷ്ടം നമുക്കുണ്ടാവുകയില്ല. നമ്മൾ ജീവിതകാലം ചെയ്ത നന്മകളെല്ലാം അത് വ്യഥാവിലാകുന്ന അവസ്ഥയിലേക്ക്. കാരണം നരകത്തിൽ ഒരു നിമിഷം പോലും നമുക്കതിന് സാധിക്കുകയില്ല. നരകത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, മുവഹിദീങ്ങളെ പിശാച് വഞ്ചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നീ മുവഹിദാണല്ലോ, നിനക്ക് എത്ര തിന്മകൾ സംഭവിച്ചാലും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് അവനെ തിന്മകളിലേക്ക് തള്ളിവിട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ തിന്മകളിൽ പലതും അവന്റെ ഈമാനിനെ തന്നെ ഇല്ലാതാക്കി കളയുന്നതാണ്. അതുകൊണ്ടാണ് തിന്മകൾ എന്ന് പറയുന്നത് അത് ബദീദുൽ കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്, കുഫറിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചില തിന്മകൾ അത് ചെയ്ത് അവസാനം അവൻ കുഫറിലേക്ക് എത്തും. ഒരാൾ സത്യനിഷേധത്തിലേക്കും ദീനുൽ ഇസ്ലാമിൽ നിന്നും തെറിച്ചു പോകാനും അവന്റെ രഹസ്യത്തിലുള്ള തിന്മകൾ കാരണമാകും എന്നുള്ളത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതല്ല എങ്കിൽ തന്നെ സഹോദരങ്ങളെ, ഒരാൾ ഈമാനിൽ തന്നെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ പോലും നരകത്തിൽ ഒരു നിമിഷം പോലും അവന് സഹിക്കാൻ സാധിക്കുകയില്ല. കാരണം അത്രയും ഗൗരവമുള്ളതും അത്രയും വേദനാജനകവുമാണ് നരകത്തിൽ ഒരു നിമിഷം പോലും എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാൻ മാസത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളമായി പാപങ്ങൾ പുറത്തു തരുന്ന, ഓരോ ദിവസവും നരകത്തിൽ നിന്നും ഒരു ഭാഗത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതായ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതായ ഒരു ഭാഗത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.